KTA എന്ന പാരഡിപ്പാട്ടിനെതിരായ കേസ് പിൻവലിച്ചതിൽ സന്തോഷം പങ്കുവച്ച് അണിയറ പ്രവർത്തകർ. പാട്ടിൽ ഒരു വരിയിൽ പോലും മതനിന്ദയില്ലെന്ന് 100% ഉറപ്പുണ്ടായിരുന്നെന്നും മുൻകൂർ ജാമ്യത്തിനായി എറണാകുളത്ത് ഷാ വക്കീലിനെ സമീപിച്ചിരുന്നെന്നും അവർ പറഞ്ഞു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റത്തിനെതിരെ കേരള സമൂഹം ഒറ്റക്കെട്ടായി നിന്നുവെന്നും വിശ്വാസികൾക്ക് വ്രണപ്പെട്ടതായി തോന്നിയിട്ടില്ലെന്നും പ്രൊഡ്യൂസർ സുബൈർ പന്തല്ലൂർ പറഞ്ഞു. റിലീസ് ചെയ്ത് 1.5 മാസത്തിനു ശേഷമാണ് പാട്ട് വിവാദമായതെന്നും അദ്ദേഹം പറഞ്ഞു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ മുൻകൂർ ജാമ്യം എടുക്കാൻ വേണ്ടി ഞങ്ങൾ എറണാകുളത്ത് നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നിയമവശങ്ങൾ ഒരു വരിയിൽ പോലും മതമൊന്നും ഇല്ലാതെ അതിന് ഇത്ര ധൈര്യമായിട്ട് ഒരുപാട് വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ അതുപോലെ തന്നെ പ്രദേശത്തിൻ്റെ വാക്കിന് വർക്ക് ലഭിച്ചതിന്റെ ഭാഗമായിട്ടാണ് പാട്ട് പാടിയതെന്നും മതവികാരത്തെ വ്രണപ്പെടുത്തിയതായി തോന്നിയിട്ടില്ലെന്നും ഗായകൻ ഡാനിഷ് മുഹമ്മദ് പറഞ്ഞു. ഇതാരുടെങ്കിലും വികാരത്തെ വ്രണപ്പെടുത്തിയെന്നൊക്കെ പറഞ്ഞ ആരോപണം വരുമ്പോൾ സ്വാഭാവികമായിട്ട് അപ്പോൾ ഒരു പ്രയാസം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ആരോപണം വന്നപ്പോൾ അങ്ങനെ കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് നമുക്ക് ഫ്രണ്ട്സൊക്കെ ശബരിമലയ്ക്ക് പോകുന്നത് കൂട്ടത്തിലും വർക്ക് ചെയ്യുന്നതായിട്ട് തന്നെ ഇവിടെ ഒരുപാട് എല്ലാ വിഭാഗത്തിലും പാട്ട് നമ്മൾ ചെയ്യുന്നതാണ്. മനുഷ്യനായാലും എല്ലാ പാട്ടിനും വേണ്ടി അങ്ങനത്തെ ഒരു മതവികാരത്തെ വ്രണപ്പെടുത്തുന്നൊന്നും ഒരുപാട് ആളുകൾ ഗാനം ഏറ്റെടുത്തതിലുള്ള സന്തോഷവും അവർ പങ്കുവച്ചു. കൂടാതെ പാട്ട് വിവാദത്തോട് അനുകൂലിച്ച എല്ലാവർക്കും നന്ദിയും പറഞ്ഞു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. ഇടനെഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം. എംപയർ കോളേജ് ഓഫ് സയൻസ്. Empire College of Science, Moondal, Kuttipuram, Malappuram.